ഫ്രണ്ട്സ്, ഐ ബി ഡിസൈൻ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ പലരും നമ്മുടെ ഐ ബി ഡിസൈൻ ഹബിൻ്റെ ഓൺലൈൻ ബൂട്ട് ക്യാമ്പിൽ ജോയിൻ ചെയ്തവരായിരിക്കും, പോസ്റ്റർ ഡിസൈനിങ് ബൂട്ട് ക്യാമ്പിൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കോഴ്സിൻ്റെ ഫസ്റ്റ് ഇൻട്രോ, നമ്മുടെ കോഴ്സിലേക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള അതിലേക്കുള്ള ഒരു പ്രവേശന വീഡിയോ ആണ് ഇത്. അതായത് ഡിസൈനിങ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും, പിക്സൽ ലാബ് യൂസ് ചെയ്തുകൊണ്ട് ഡിസൈനിങ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ ഇനി ബൂട്ട് ക്യാമ്പിൽ ജോയിൻ ചെയ്യാത്തവർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരാണെങ്കിലും നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു മുതൽക്കൂട്ട് തന്നെ ആകും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഞാൻ എന്താ പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് എനിക്ക് നമ്മുടെ ക്യാമ്പിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു മെസ്സേജ് അയച്ചത് കാണിച്ചു തരാം. ഓക്കെ ഈ ഒരു മെസ്സേജിൽ ഈ സ്റ്റുഡൻറ്റ് പറഞ്ഞ ഇത് നോക്കുക. ഈ ഒരു മെസ്സേജ് ആൾ ക്യാമ്പ് ഇപ്പോൾ പഠിച്ചു തുടങ്ങുകയാണ്. പോസ്റ്റർ ഡിസൈനിങ് സ്റ്റാർട്ടിങ് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണ്. ആൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓരോ ടൂളുകളും അയാൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ അയാൾക്കൊരു ടൂൾ ആവശ്യം വന്നു. ഒരു ഇമേജിലൊരു നിറം വാങ്ങിക്കേണ്ടി വന്നു. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുള്ളൊരു ഇമേജാണ്, ഉദാഹരണത്തിന് പറയുകയാണ്, വൈറ്റ് ആയിട്ടുള്ളൊരു ഇമേജാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുക എന്നുള്ളത് സംഭവം ടൂളുകളൊക്കെ ആൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ ആവശ്യം വരുമ്പോൾ അതെവിടെയാണ് ഉള്ളത് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പിക്സൽ ലാബിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ പിക്സൽ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അതൊരു ലോകം എന്ന് പറയാം നമുക്ക്, ഇല്ലേ? അത്രയും സിമ്പിളായിട്ട് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് പല ടൂളുകളും അതിലില്ല. ഡിസൈനിങ്ങിന് പ്രധാനപ്പെട്ട പല ടൂളുകളും അതിലില്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ നമുക്ക് പിക്സൽ ലാബിലുള്ള ടൂളുകൾ വെച്ചിട്ട് നമുക്ക് ഇല്ലാത്ത ടൂളുകൾ എന്ത് ചെയ്യാൻ പറ്റും, റീകവർ ചെയ്തെടുക്കാൻ പറ്റും. അത്രയും ഇതായിട്ടുള്ള ഒരു ആപ്പാണ് പിക്സൽ ലാബ് എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇൻ്റർഫേസ് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ്. അത്രയും സിമ്പിളായിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറൊരു ആപ്പ് ഇല്ല എന്നുള്ളത് നമുക്ക് പറയാം. ഒരു ആപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ആപ്പ് യൂസർ ഫ്രണ്ട്ലി ആവുക എന്നുള്ളത്. പെട്ടെന്ന് അത് യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകണം ഓരോ സംഭവങ്ങളും. അത് ഈ പിക്സൽ ലാബിൻ്റെ ഡെവലപ്പേഴ്സ് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് നമുക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കുക. അതിന് അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ അവർ ആ സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ വരുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിക്സൽ ലാബ് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് വരുന്നത്. ഒരു പ്രശ്നം നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് ഒരു പ്രശ്നത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പിക്സൽ ലാബ് ഓപ്പൺ ആക്കി. നമ്മുടെ പിക്സൽ ലാബിൽ മെയിനായിട്ട് 3 പാർട്ടുകളാണ് പിക്സൽ ലാബിൽ വരുന്നത്, അല്ലേ? 3 പാർട്ടുകൾ. ഇതാണ് പിക്സൽ ലാബിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്നുള്ളത്. മെയിൻ സ്ക്രീന് ഇതാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ഒരു മെയിൻ ടൂൾ ബാർ വരുന്നുണ്ട്, അല്ലേ? ഈ അടിയിലെ ഈ ഒരു ടൂൾ ബാറിനാണ് എന്തെന്ന് പറയുന്നത്, മെയിൻ ടൂൾ ബാർ. പിക്സൽ ലാബിൻ്റെ മെയിൻ ടൂൾ ബാർ എന്ന് പറയുന്നതാണ് ഈ അടിയിലുള്ള ഈ ഒരു ടൂൾ ബാറും അതിനടിയിലുള്ള ഈ ഒരു ബോക്സും കയറുന്നത്. ഈ 2 ബോക്സുകൾ കൂടിയതാണ് പിക്സൽ ലാബിൻ്റെ മെയിൻ ടൂൾ ബാർ. പിന്നെ അതിൻ്റെ മുകളിലുള്ളത് ഈ ഒരു സെൻറ്റർ കോളം എന്നുള്ളത്, അതാണ് പിക്സൽ ലാബിൻ്റെ ക്യാൻവാസ്. പിക്സൽ ലാബിൻ്റെ ക്യാൻവാസ്, അതുപോലെ തന്നെ മുകളിലുള്ള പിക്സൽ ലാബിൻ്റെ ജനറൽ ടൂൾ ബാർ. ഇങ്ങനെ 3 സെഷനുകളാണ് പിക്സൽ ലാബിനുള്ളത്, 3 സെഷനുകൾ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിക്സൽ ലാബിൻ്റെ മെയിൻ ടൂൾ ബാറാണ്. മെയിൻ ടൂൾ ബാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മെയിൻ ടൂൾ ബാർ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പാർട്ടാണ് മെയിൻ ടൂൾ ബാർ. ഒന്ന് ഈ ഒരു ടൂൾ ബാർ, അതുപോലെ തന്നെ ഈ അടിയിലുള്ള ഈ ഒരു ടൂൾ ബാർ. അതിൽ യഥാർത്ഥത്തിലുള്ള മെയിൻ ടൂൾ ബാർ, ഇത് മൊത്തത്തിൽ ഇതിന് മെയിൻ ടൂൾ ബാർ എന്നാണ് പറയുക എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള മെയിൻ ടൂൾ ബാർ എന്ന് പറയുന്നത് ഈ അടിയിലെ ഈ ഒരു ടൂൾ ബാറാണ്. ഇതാണ് പിക്സൽ ലാബിൻ്റെ മെയിൻ ടൂൾ ബാർ. അതിൻ്റെ സബായിട്ടുള്ള ടൂൾ ബാറായി വരുന്നതാണ് എന്ത് എന്നുള്ളത്
ഈ രണ്ടാമത്തെ ടൂൾ ബാർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് പിക്സൽ ലാബിൻ്റെ അടിയിലെ ആ ടൂൾ ബാറിനെ ഒന്ന് പരിചയപ്പെടാം. ഈ ഫസ്റ്റത്തെ ഈ ഒരു ഓപ്ഷൻ, ഈ 3 റൗണ്ട് നിൽക്കുന്ന ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് പിക്സൽ ലാബിൻ്റെ പ്രിസെറ്റുകളും കാര്യങ്ങളും, സൈസ് പ്രിസെറ്റുകളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഒരു ഇത് എന്നുള്ളത്. ഈ ഒരു ഫസ്റ്റത്തെ ഈ 3 റൗണ്ട് കിടക്കുന്ന ഈ ഒരു ഭാഗം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വർക്കുകളുടെ പ്രൊജക്റ്റ്, നമ്മൾ സേവ് ചെയ്ത് വെച്ച പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഓപ്ഷനാണിത്. ഇത് പിക്സൽ ലാബിൻ്റെ ടൂളുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പിക്സൽ ലാബിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാം. മെയിനായിട്ട് പിക്സൽ ലാബ് പഠിച്ച് ഡിസൈന് പഠിച്ച് തുടങ്ങുന്നവർക്കാണ് ഈ പ്രശ്നം മെയിനായിട്ട് വരിക. അവർ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അവർക്ക് പല ടൂളുകളും അവർക്ക് പഠിച്ചു കഴിഞ്ഞാലും പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്ക് ഏത് ടൂളാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അത് കൺഫ്യൂഷനായി പോവുകയാണ്. ഏത് ടൂളാണ്, ആ ടൂൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു പ്രോബ്ലം നമുക്ക് ഇന്നത്തോടു കൂടെ എന്താകണം, സോൾവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി, പ്രിസെറ്റിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം എന്നുള്ളത് അല്ലേ. പ്രിസെറ്റിൻ്റെ ഭാഗമാണ് ഈ ഫസ്റ്റ് 3 റൗണ്ട്. പിന്നെ വരുന്നത് എ എന്നുള്ള ഈ രണ്ടാമത്തെ സ്വിച്ച്. അത് നിങ്ങൾക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ എല്ലാ ഡിസൈനിങ്ങും എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളും ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഡിസൈനിങ് ഉണ്ടോ അത് മുഴുവനും ഈ ഒരു ഭാഗത്തായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിനിടക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെക്സ്റ്റിൻ്റെ നിറം മാറ്റണം എന്നുള്ള ഇത് വന്നു. അപ്പോൾ നിങ്ങൾ ഇതായിരിക്കും എടുക്കേണ്ടി വരിക, ഏതായിരിക്കും ഈ ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ടെക്സ്റ്റിൻ്റെതായിരിക്കും. നമ്മുടെ പോസ്റ്ററിൽ പിക്സൽ ലാബിൽ നമ്മളൊരു പോസ്റ്റർ ചെയ്യുമ്പോൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏത് ടൂളുകളുണ്ടോ അതൊക്കെ ഈ ഒരു ഭാഗത്തായിരിക്കും വരിക. പിന്നെ വരുന്നത് ജനറൽ ടൂൾ ബാറാണ്. അത് നമുക്ക് പറയാം, അത് നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു ടൂൾ വന്നു കഴിഞ്ഞാലും എവിടെയായിരിക്കും അതുണ്ടാകുക, ഈ എന്നുള്ള ടൂൾ ബോക്സിനകത്തായിരിക്കും. ടൂൾ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സബ് ബോക്സിലായിരിക്കും എന്തുണ്ടാകുക, ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻസും ഉണ്ടാകുക. എഡിറ്റ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡെവലപ്പേഴ്സ്, പിക്സൽ ലാബിൻ്റെ ഡെവലപ്പേഴ്സ് ഈ ഒരു പിക്സൽ ലാബ് എന്നുള്ള ആപ്പിനെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. വലിയൊരു ഉപകാരം തന്നെയാണ് അവർ ചെയ്തത് ഇല്ലേ. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ, ഫസ്റ്റ് പ്രിസെറ്റുകളുടെ ഓപ്ഷൻ, പിന്നെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ. നമ്മൾ പറഞ്ഞു ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സംഭവങ്ങളെന്നാലും അത് എവിടെയായിരിക്കും, ഈ രണ്ടാമത്തെ ഓപ്ഷനിലായിരിക്കും. അപ്പോൾ അത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. ഈ ഒരു എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോവുക. അവിടെ തിരഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ട എഡിറ്റിൻ്റെ ടൂള് കിടക്കുന്നത്. അത് പിന്നെ നോക്കിയാൽ മതി, എഡിറ്റ് ചെയ്യാനാണോ, ഡിലീറ്റ് ചെയ്യാനോ, കോപ്പിയാണോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് അവിടെ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ടൂളാണ് നമ്മുടെ എലമെൻറ്റ്, ഇമേജുകൾ, ഷേപ്പുകൾ പോലത്തെ എലമെൻറ്റുകൾ നമുക്ക് ചേർക്കേണ്ടത് ഈ ഒരു ടൂൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇമേജുമായിട്ട്, അതല്ല സ്റ്റിക്കറുമായിട്ട്, നമ്മൾ പിക്സൽ ലാബിൽ നിന്ന് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റിക്കറുമായിട്ട്, അതല്ല നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഇമേജുമായിട്ട്, അതല്ല ഇനി നമ്മൾ ഡ്രോ ചെയ്യുകയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഡ്രോ ചെയ്യുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അതല്ലെങ്കിൽ ഷേപ്പോ ബേസിയർ ടൂളോ അതല്ലെങ്കിൽ ആരോ കൊടുത്തിട്ടുള്ളതോ, അങ്ങനെ എന്ത് ടൂളാണെന്നുണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസൈനിങ് ഒക്കെ എവിടെയായിരിക്കും വരിക, ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു ഷേപ്പിൻ്റെ ഈ ഒരു ഓപ്ഷനിലായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടൂൾസും വരിക. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്ത് നമുക്ക് എന്തായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മൾ പിക്സൽ ലാബിൽ നിന്ന് എടുത്തിട്ടുള്ള സ്റ്റിക്കറാണോ എന്നുള്ളത് നോക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഏകദേശം വരുന്ന എല്ലാ ടൂളുകളും ഒരേപോലെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇമേജുകളോ ഷേപ്പുകളോ നമ്മൾ അതുപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എയിൽ പോകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, എന്നുള്ളത് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്കിയുള്ള ടൂൾക്കൊക്കെ പോകാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമേജുമായിട്ട് ബന്ധപ്പെട്ട ടൂൾ എന്നുള്ളത് അത് ആ മൂന്നാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് എഡിറ്റിങ്ങിന് എന്ത് ടൂളിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾ പോകേണ്ടത് ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷനിൽ. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു നാലാമത്തെ ഓപ്ഷന്. ആ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു ക്യാൻവാസിനെ കണ്ടില്ലേ നിങ്ങൾ? ക്യാൻവാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മൾ ഈ ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പ്രതലം കണ്ടിട്ടില്ലേ? നമ്മൾ ഇവിടെയാണല്ലോ നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്. ഞാനിത് നിറം മാറ്റി, ഇവിടെയാണല്ലോ നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യാൻ ഇനി യൂസ് ചെയ്യുന്ന ഈ ഒരു
ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാൻവാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാൻവാസുമായിട്ട് ബന്ധപ്പെട്ട ആ ബാക്ക്ഗ്രൗണ്ട്, ഇതിലെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസൈനുകളായിരിക്കും എന്തായിരിക്കുക ഈ ഒരു ഓപ്ഷനിൽ വരിക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്യാൻവാസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നോ അതിന് നിങ്ങൾ പോവേണ്ടത് എവിടെയാണ്, ഈ നാലാമത്തെ ഒരു ഓപ്ഷനിലേക്കാണ്. അവിടെ നിന്ന് നിങ്ങൾ നിറം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിറം കൊടുക്കുക. അതല്ല ഇനി അത് ട്രാൻസ്പെറൻ്റ് ആക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ ടൂൾ യൂസ് ചെയ്യുക. അതിൻ്റെ സൈസ്, അതുപോലെ തന്നെ ഇമേജ് ഇത് ഈ പിക്സൽ ലാബിൽ തന്നെ ഉള്ള ഇമേജുകൾ ഇമ്പോർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ഗാലറിയിൽ നിന്ന് ഇമേജുകൾ ഇമ്പോർട്ട് ചെയ്തെടുക്കാനുള്ളത്, അതുപോലെ തന്നെ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് എടുക്കാനുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഇതാണോ വേണ്ടത് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അങ്ങനെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടുകളും ക്യാൻവാസൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു നാലാമത്തെ ഓപ്ഷൻ എന്നുള്ളത്. പിന്നെ വരുന്ന അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാൻവാസ് അതിലേക്ക് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഓപ്ഷൻ. അതിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ഈ ഒരു ഭാഗത്തായിരിക്കും വരിക. നമ്മുടെ ഈ ഒരു അവസാനത്തെ അഞ്ചാമത്തെ മെയിൻ ടൂൾ ബാറിലെ അഞ്ചാമത്തെ ഓപ്ഷനിലായിരിക്കും അതൊക്കെ വരിക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്തെടുക്കുക, നമ്മുടെ ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ പ്രോബ്ലം എല്ലാത്തും തീരും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ എ എടുക്കുക. അതല്ല ഇനി ഇമേജായിട്ട് ഷേപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ടൂള്, ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നാലാമത്തെ ടൂള്. അങ്ങനെ പിന്നെ അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ഈ ഒരു ടൂള് ഇല്ലേ. അപ്പോൾ നമ്മളിതിൽ നിന്ന് ചെറുതായിട്ട് മാറിപ്പോയി. പിന്നെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ബ്രൈറ്റ്നെസ്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ ഓപ്ഷനൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പ്രിസെറ്റുകളുടെ ഭാഗം, പിന്നെ ടെക്സ്റ്റുകളുടെ ഭാഗം, പിന്നെ ഇമേജ് ഷേപ്പ് അതിൻ്റെയൊക്കെ ഭാഗം, പിന്നെ ക്യാൻവാസിൻ്റെ ഭാഗം, പിന്നെ ക്യാൻവാസ് എഡിറ്റ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭാഗമാണ് ഈ അഞ്ചാമത്തെ ഓപ്ഷൻ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്ത് വരുന്നു, ഈ ജനറൽ ടൂൾ ബാറിലേക്ക് വരുന്നു. ഈ ജനറൽ ടൂൾ ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വരിക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട മൊത്തത്തിൽ വരുന്ന കുറച്ച് ടൂളുകൾ, അതായത് ലിറിക്സ് അല്ല ലെയറുകൾ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റുകൾ, ഇമേജുകൾ, അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ലെയർ, അതുപോലെ തന്നെ ഗ്രിഡ് ഓൺ ഓഫ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ സൂം ചെയ്യാനുള്ളത്, സൂമിങ്ങിൻ്റെ ഓപ്ഷന്, ഇങ്ങനത്തെ അതുപോലെ തന്നെ അൺഡു ചെയ്യാനുള്ളത് അതിൻ്റെ ഓപ്ഷന്, അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ കോട്ട് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണിത്. അതുപോലെ തന്നെ പിന്നെ സേവിങ്ങിൻ്റെ ഓപ്ഷന്, ഇവിടെയൊക്കെ രണ്ട് തരത്തിലുള്ള സേവിങ്ങാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ നമ്മൾ ഈ ഒരു ടൂള് പറഞ്ഞു പോകാനുള്ള ഒരു വീഡിയോ അല്ല ഇത്. ഇപ്പോൾ തന്നെ ഏകദേശം 15 മിനിറ്റിൻ്റെ അടുത്തായി. അതാണ് ഞാൻ ഓവറായിട്ട് നീട്ടിക്കൊണ്ട് പോകാത്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ആരും ഈ ഒരു പ്രോബ്ലം പറയരുത്. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരമായി. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ടൂൾ നിങ്ങൾക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ടൂള് എന്തിന് വേണ്ടിയിട്ടുള്ള എന്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കുക. ടെക്സ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണോ, അതോ ഇമേജിന് വേണ്ടിയിട്ടുള്ളതാണോ, അതോ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ളതാണോ? ടെക്സ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എന്താക്കാം, മെയിൻ ടൂൾ ബാറിലേക്ക് വരിക. മെയിൻ ടൂൾ ബാറിലെ മെയിനായിട്ടുള്ള ടൂൾ ബാറായിട്ടുള്ള ഈ ഒരു ബാറിൽ അതിൽ എടുക്കുക ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ. അതല്ല ഇനി ഇമേജും ഷേപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ ഓപ്ഷന്, ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ഓപ്ഷന്, ഇനി ബാക്ക്ഗ്രൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ ഓപ്ഷൻ എടുക്കുക. ഇനി പ്രിസെറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താകുക, ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കേട്ട് പഠിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ ജോയിൻ ചെയ്യാത്തവരും ഈ വീഡിയോ കാണുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ പിക്സൽ ലാബ് പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് എന്താകാൻ കഴിയില്ല, നല്ല രീതിയിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നൊരു ഡിസൈനർ ആകാൻ കഴിയില്ല.
മറിച്ച് എന്താകണം അത് ഗ്രാഫിക് ഡിസൈനിൻ്റെ റൂളുകൾ അനുസരിച്ച് നമ്മുടെ ഡിസൈനിങ്ങിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കേണ്ട നമ്മുടെ പോസ്റ്ററുകളിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട പല ഗ്രാഫിക് ഡിസൈൻ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മളുടെ ഡിസൈനുകളൊക്കെ സെറ്റ് ചെയ്താലേ എന്താകാൻ പറ്റുള്ളൂ, നമ്മുടെ വർക്കുകൾ നമുക്ക് നല്ല പ്രൊഫഷണൽ തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വർക്കുകൾ ഇത് നിങ്ങൾക്ക് കിട്ടൂല എന്നല്ല, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ ഒരു മേഖലയിൽ, ഈ ഡിസൈനിങ് എന്നുള്ള ഈ ഒരു മേഖലയിൽ നിങ്ങൾ ഒരുപാട് കാലം അതിൽ നിങ്ങൾ ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ നിങ്ങൾ ഓരോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഈ റൂളുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കും അത് മനസ്സിലായി വരും. പക്ഷേ അത് മനസ്സിലായി തുടങ്ങാത്ത തുടക്കക്കാരായിട്ടുള്ള സ്റ്റുഡൻസിന്, ഡിസൈനേഴ്സിന്, അതുപോലെ ഇതിലധികം സമയം സ്പെൻഡ് ചെയ്യാൻ അത്രയും ചടഞ്ഞുകൂടിയിരിക്കാൻ താല്പര്യമില്ലാത്ത തുടക്കക്കാരൊക്കെ ആയിട്ടുള്ള ഡിസൈനേഴ്സിന് നമ്മൾ ആ റൂളുകളെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ആ റൂളുകളൊക്കെ നമ്മൾ ഉദാഹരണങ്ങൾ വെച്ചിട്ട് അതിനനുസരിച്ച് ആ ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോ റൂളുകളും പറഞ്ഞു തരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമ്പിൻ്റെ 3ാമത്തെ സെഷനിൽ എങ്ങനെയൊക്കെ നമ്മുടെ പോസ്റ്ററുകളിലൊക്കെ ആ റൂളുകൾ യൂസ് ചെയ്യണം എന്നുള്ളതടക്കം നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.